ഇവിടെ സ്റ്റാഫ് റൂമിലേക്ക് ഒരു ടീച്ചറും അവരുടെ പുറകെ ഒരു സാറും കയറി വാതിലടക്കുന്നത് ജീവ ശ്രദ്ധിക്കുന്നു. ഉടനെ എന്തോ കുഴപ്പമുണ്ടെന്ന് കരുതി അവൻ ആ വാതിലിനടുത്ത് ചെന്ന് ഒളിഞ്ഞു കേൾക്കുന്നു. നോക്കുമ്പോൾ അകത്ത് ടീച്ചറും സാറും തമ്മിൽ വഴക്കിടുകയാണ്. ഇവർ വഴക്കിടുന്നത് കേട്ടയുടനെ ജീവ വേഗം ഓഫീസ് റൂമിലേക്ക് പോയി താക്കോലെടുത്തു വന്ന് അവരെ അകത്തിട്ട് പൂട്ടുന്നു. അതുമാത്രമല്ല സ്കൂളിലെ മൈക്കിലൂടെ "ഞാൻ ജീവയാണ് സംസാരിക്കുന്നത്, എല്ലാവരും ഉടനെ സ്റ്റാഫ് റൂമിലേക്ക് വരിക, അവിടെ ഒരു ഞെട്ടിക്കുന്ന സംഭവമുണ്ട്" എന്ന് അനൗൺസ് ചെയ്യുന്നു. ജീവ അനൗൺസ് ചെയ്തത് കേട്ട് സ്റ്റാഫ് റൂമിനകത്തിരുന്ന ടീച്ചർ ആകെ പേടിച്ചു പോകുന്നു. കുറച്ചു സമയത്തിനകം അവിടെയുള്ള എല്ലാ ടീച്ചർമാരും കുട്ടികളും അവിടേക്ക് വരാൻ തുടങ്ങി. അവിടെ വന്ന ടീച്ചർമാർ "നിനക്കിപ്പോൾ എന്താണ് പ്രശ്നം? എന്തിനാണ് ഞങ്ങളെല്ലാം ഇങ്ങോട്ട് വിളിച്ചത്?" എന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് ജീവ "ഞാൻ നിങ്ങളെ വെറുതെ വിളിച്ചതാണ്" എന്ന് പറഞ്ഞ് എല്ലാവരെയും ഒതുക്കി തീർക്കുന്നു. ഇത് കേട്ട പ്രിൻസിപ്പാൾ "ഇത് നിനക്കുള്ള അവസാനത്തെ മുന്നറിയിപ്പാണ്" എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടിപ്പോകുന്നു. എല്ലാവരും പോയതിനു ശേഷം ജീവ സ്റ്റാഫ് റൂമിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നു. അകത്തുനിന്ന് ഇറങ്ങി വന്ന ടീച്ചർ ജീവയെ നോക്കി കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. തൊട്ടു പിന്നാലെ സാറും വരുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ഒളിച്ചിരുന്ന് കണ്ട പ്രിൻസിപ്പൽ ആ കാര്യം വ്യക്തമായി മനസ്സിലാക്കുന്നു. നോക്കുമ്പോൾ സാറിന് കിട്ടിയ അവസരം പോലെ ജീവ നേരെ മുന്നിൽ വരുന്നു. അടുത്ത നിമിഷം ഒട്ടും ആലോചിക്കാതെ ആ സാർ ജീവയെ കാറിടിച്ച് വീഴ്ത്തിയിട്ട് അവിടെ നിന്നും വണ്ടി ഓടിച്ചു പോകുന്നു.